എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾ ഈ കാണുന്ന പോലെ 2025 മോഡൽ ഡിയോയും 2024 മോഡൽ ഡിയോയും ഇത് തമ്മിലുള്ളൊരു കമ്പാരിസനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം എന്തൊക്കെ മാറ്റങ്ങളാണ് 2024 നിന്ന് 2025 വന്നപ്പോൾ തന്നെ കൊണ്ടുവന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതുകൂടാതെ ഞാൻ ഇതിനു മുമ്പ് ചെയ്ത രണ്ട് വീഡിയോ, അതായത് 2025 മോഡൽ ഡിയോയുടെയും 2025 മോഡൽ സ്റ്റാൻഡേർഡ് ഡിയോയുടെയും തമ്മിലുള്ളൊരു വ്യത്യാസങ്ങൾ, അതിൻ്റെ ഈ 2025 ടോപ്പ് മോഡൽ നോക്കുവാണെങ്കിൽ ഞാനൊരു വാല്യൂ ഫോർ മണി എന്ന് പറഞ്ഞു. അപ്പോൾ പലർക്കും അത് സമ്മതിച്ചു തരാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെൽ ഐക്കൺ ഓൺ ആക്കുവാണെങ്കിൽ ഞാൻ കൊണ്ടിരുന്ന ഇതുപോലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നേരെ നമുക്ക് ഈ രണ്ട് വണ്ടിയുടെ കമ്പാരിസണിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ തന്നെ പറയട്ടെ, ഇത് നമ്മുടെ ഈ കളർ വരുന്നത് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് സ്മാർട്ടിൽ മാത്രമാണ് ഈ ബ്ലാക്ക് കളർ വരുന്നത് എന്നുള്ളതാണ്. എന്നല്ല, ഇപ്പോൾ 2025 എല്ലാ മോഡലിലും സ്റ്റാൻഡേർഡ്, ഡീലക്സ്, എക്സ് സ്മാർട്ട് മോഡലിലും ഇപ്പോൾ ഫുൾ ബ്ലാക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇതിനു മുമ്പ് സ്മാർട്ടിൽ മാത്രമായിരുന്നു ഫുൾ ബ്ലാക്ക് വണ്ടി കിട്ടുന്നതെങ്കിൽ ഇപ്പോൾ നിലവിൽ എല്ലാ വേരിയൻറ്റിലും നമുക്ക് ഫുൾ ബ്ലാക്ക് കളർ വണ്ടി കിട്ടുന്നുണ്ട്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ 2024 ഫുൾ ബ്ലാക്ക് വണ്ടി സ്റ്റാൻഡേർഡിൽ കിട്ടുന്നുണ്ടോ, സ്റ്റാൻഡേർഡും ഡീലക്സിനും കിട്ടുന്നുണ്ടോ. എന്നാൽ ഇപ്പോൾ നേരത്തെ ഇല്ലായിരുന്നു, എന്നാൽ ഇപ്പോൾ നിലവിൽ ഈ ഇറങ്ങുന്ന ഡിയോയുടെ എല്ലാ കളറും എല്ലാ വേരിയൻറ്റും കിട്ടും. അതായത് സ്മാർട്ട് ആയാലും സ്റ്റാൻഡേർഡ് ആയാലും DLX ആയാലും എല്ലാ വേരിയൻറ്റും എല്ലാ കളറിലും നമുക്ക് കിട്ടുന്നുണ്ട്. നേരത്തെ അങ്ങനെ നമ്മുടെ ഈ ഒരു 2024 മോഡൽ DLX ആണ്. ഇതിൽ അങ്ങനെ വരുന്നില്ലായിരുന്നു. അതായത് സ്മാർട്ടിൽ കിട്ടുന്ന കളർ DLXിൽ കിട്ടുന്നില്ലായിരുന്നു, DLX കിട്ടുന്ന കളറൊന്നും സ്മാർട്ടിലും കിട്ടില്ലായിരുന്നു, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡിലും കിട്ടുന്നില്ലായിരുന്നു. അപ്പം ആ ഒരു കുറവോടെ ഈ 2025 ആയപ്പോൾ തന്നെ പരിഹരിച്ചിട്ടുണ്ട്. എല്ലാ കളറും എല്ലാ വേരിയൻറ്റിലും കിട്ടും. അപ്പം അതുകൂടാതെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് 2024 നിന്ന് 25 മാറ്റം വന്നത് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ കാണുന്ന പോലെ ഇത് കണ്ടില്ലേ, 2024 മോഡൽ ഡിയോയുടെ വീലാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, ഒരു ഗോൾഡൻ കളർ വരുന്ന വീലാണ്, നോർമൽ വീലാണ് കൊടുത്തിരുന്നത്. എന്നാൽ 2025 മോഡൽ വന്നപ്പോൾ തന്നെ ഈ കാണുന്ന പോലെ അലോയ് വീലിട്ട് അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ ഈ രീതിയിൽ. അപ്പം അവിടെ വലിയൊരു അപ്ഡേഷനാണ് കൊണ്ടുവന്നത്. നേരത്തെ 2024 മോഡൽ എച്ച് സ്മാർട്ടിൽ മാത്രം കിട്ടിക്കൊണ്ടിരുന്നതാണ് അലോയ് വീല്. എന്നാൽ ഇപ്പോൾ നമുക്ക് DLX വേരിലും അലോയ് വീല് കിട്ടുന്നുണ്ട്. കാണുന്ന പോലെ കണ്ടില്ലേ, ഇതാണ് നേരത്തെ ഉണ്ടായിരുന്ന DLX മോഡൽ എന്ന് പറയുന്നത്. അതിൻ്റെ വീല് കണ്ടില്ലേ, അത് സാധാ നമുക്ക് സ്റ്റാൻഡേർഡിലും കിട്ടുന്ന അതേ ഡ്രം വീല് മാത്രമാണ്. കളർ മാത്രം ജസ്റ്റ് ചേഞ്ച് ചെയ്ത് ഒരു ഗോൾഡൻ ഷേപ്പ് വരുന്നു. മറ്റേന്ന് പറഞ്ഞാൽ ഒരു സിൽവർ കളറായിരുന്നു വരുന്നത്. ഇപ്പം കണ്ടില്ലേ, ആ ഒരു ഡിഫറൻസ് നമുക്ക് ഫ്രണ്ടിൽ തന്നെ പറ്റുന്നുണ്ട്. അടുത്തായിട്ട് പറയാനുള്ളത് പ്രൈസിങ്ങിൻ്റെ കാര്യമാണ്. ഞാൻ പറഞ്ഞ പോലെ 2024 മോഡലിന് ഏകദേശം 1,12,000 13,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നതെങ്കിൽ 2024 മോഡൽ വന്നപ്പോഴത്തേനും ടോപ്പ് മോഡൽ ഫുൾ ഫിറ്റിങ്സോടക്കം 1,20,000 അടുപ്പിച്ചാവും ഓൺ റോഡ് ഇറക്കാൻ. അപ്പോൾ അത്രയും വില വ്യത്യാസം കൂടെ വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 10,000 രൂപ അടുപ്പിച്ചുള്ള വില വ്യത്യാസം കൂടെ വന്നിട്ടുണ്ടെന്ന് എന്ന് ഓർക്കണം. ലൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ രണ്ടും LED ലൈറ്റ് തന്നെയാണ് വരുന്നത്. LED വരുന്നത് കണ്ടില്ലേ, ഒരേ ഡിസൈനാണ്, ആ കാര്യത്തിൽ മാറ്റമൊന്നുമില്ല. കണ്ടില്ലേ, ഈ കാണുന്ന പോലെയാണ് അത് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ബോഡിയുടെ ആ ചേർന്നിരിക്കുന്ന ആ ഭാഗങ്ങളൊക്കെ അതുപോലെ തന്നെ കൊടുത്തിരിക്കുന്നു. ഇൻഡിക്കേറ്റേഴ്സ് ആയാലും നമുക്ക് ഹാലജൻ ബൾബാണ് കിട്ടുന്നത്, LED കിട്ടുന്നില്ല. ലൈറ്റ് മാത്രമാണ് നമുക്ക് LED കിട്ടുന്നത്. ഫ്രണ്ടിൽ നിന്നുള്ള ഡിസൈൻ്റെ ഭാഗത്തിൽ, അതായത് ആ ഒരു സെൻറ്റർ കവറിൻ്റെയും ആ ഹെഡ്ലൈറ്റിൻ്റെയും കാര്യത്തിൽ, ഡിസൈൻ്റെ കാര്യത്തിലൊക്കെ ഡിക്റ്റോ തന്നെയാണ്, ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. കാണുന്ന പോലെ കണ്ടല്ലേ. പിന്നെ ഈ മഡ്ഗാർഡ് ആയാലും ആ സെയിം ക്വാളിറ്റി തന്നെയാണ്. നമുക്ക് ബോഡി കളറോട് ചേരുന്ന രീതിയിലാണ് എല്ലാ മഡ്ഗാർഡും കിട്ടുന്നത്. പിന്നെ ഈ പറയാനുള്ള കാര്യം, ഈ രണ്ട് മോഡലും ഫുള്ളി ഫൈബർ ബോഡിയാണ് വരുന്നത്, മെറ്റൽ ബോഡി വരുന്നില്ല. ഡിയോയ്ക്ക് നേരത്തെ ഇല്ലായിരുന്നു, ഇപ്പോൾ ഇല്ലായിരുന്നു. ഡിയോ നമുക്ക് ഫൈബർ ബോഡിയാണ് കിട്ടുന്നത്. നമുക്ക് പിന്നെ ഈ ഡിസൈൻ്റെ എലമെൻ്റ് ഉണ്ടല്ലേ, ഈ ഒരു കാർബൺ ഫൈബർ പോലെ തോന്നുന്ന ഫിനിഷ്, അത് നമുക്ക് പുതിയ മോഡലിലും കിട്ടുന്നുണ്ട്. എയർവിൻഡിൻ്റെ ആ ഒരു സെറ്റപ്പൊക്കെ രണ്ട് വണ്ടിയിലും കിട്ടുന്നുണ്ട്. കണ്ടില്ല, അങ്ങനെയാണ് അതിൻ്റെ ഒരു ഡിസൈൻ്റെ കാര്യത്തിൽ വരുന്നത്. പിന്നെ ഇനി നമുക്ക് നേരെ ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ട് പോവാം. അപ്പോൾ ബാക്ക് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഉള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഈ കാണുന്ന പോലെയാണ് രണ്ട് വണ്ടിയുടെയും ബാക്ക് സൈഡ്. ഏകദേശം ഒരുപോലെ തന്നെയാണ്. കണ്ടില്ലേ, ടെയിലറ്റ് ആയാലും ഇൻഡിക്കേറ്റേഴ്സ് ആയാലും എല്ലാം ഹാലജൻ തന്നെയാണ് വരുന്നത്. അതിൽ മാറ്റവും കാര്യങ്ങളൊന്നും വരുന്നില്ല. ബാക്കിൽ ഞാൻ പറഞ്ഞ അലോയ് വീലാണ് നമുക്ക് 2025 മോഡലിൽ കിട്ടുന്നത്. 24 മോഡലിൽ DLX മോഡലിൽ കിട്ടുന്നത് ഇതുപോലുള്ള സാധാ വീലായിരുന്നു. കണ്ടില്ലേ, ഗോൾഡൻ കളർ കൊണ്ടുവരുന്നത് മാത്രമേ ഉള്ളൂ, അലോയ് വീല് കിട്ടുന്നില്ല. എന്നാൽ 2025 മോഡൽ അലോയ് വീല് ബാക്കിലും കിട്ടുന്നുണ്ട്. സൈലൻസറും ഡിസൈനും ഏകദേശം സെയിം തന്നെയാണ് വരുന്നത്. ഡ്രം ബ്രേക്കാണ് നമുക്ക് വണ്ടി ഫുള്ളി കിട്ടുന്നത്. ഡിസ്ക് ബ്രേക്ക് ഇതുവരെ ഡിയോയ്ക്ക് വന്നിട്ടുമില്ല. സ്മാർട്ട് വേരിയൻറ്റിലായാലും നമുക്ക് ഡിസ്ക് ബ്രേക്കോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഈ സൈലൻസറിൻ്റെ ഭാഗത്ത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സെൻസറും കാണുന്നില്ല. അതായത് OBD2B മോഡൽ എൻജിൻ നമുക്ക് ഏറ്റവും പുതിയ 2025 വരുന്നത്. ഇത് OBD2A മോഡലാണ്. ആ സൈലൻസറിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് കണ്ടില്ലേ, ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സെൻസർ, അഡീഷണൽ സെൻസർ ഇരിക്കുന്നുണ്ടല്ലേ, അത് OBD2Bയുടെ
ആ ഒരു ഇതാണ്. നമുക്കത് പുതിയ പഴയ മോഡലിൽ കണ്ടില്ലേ ആ ഭാഗത്തൊന്നും വരുന്നുമില്ല. അപ്പം ബാക്കിൽ നിന്ന് ഉള്ള ഡിസൈൻ അങ്ങനെയൊക്കെയാണ് ഹോണ്ട കൊടുത്തിരിക്കുന്നത്. നമുക്കിതിൻ്റെ ഗ്രാഫിക്സ് ആണ് വരുന്നത് ഡിയോ എന്നുള്ളത്. അത് നമുക്കിതിൻ്റെ 3D എംബ്ലം ഉള്ള മോഡലാണ്. അത് 2025 മോഡലിലും ഈ സെയിം 3D എംബ്ലം ഉള്ള മോഡൽ ഗ്രേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് മാറ്റ് കളർ വരുന്ന എല്ലാ വേരിയൻറ്റിലും നമുക്ക് 3D എംബ്ലം ആയിരിക്കും വരുന്നത്. ഇതുപോലെ ഗ്ലോസി കളറിൽ വരുന്ന വേരിയൻറ്റിൽ നമുക്ക് സ്റ്റിക്കറും ആയിരിക്കും വരുന്നത്. അപ്പം ഇങ്ങനെ നിങ്ങൾ നോക്കണ്ട, കാരണം 2025 മോഡലിലും 3D എംബ്ലം ഉള്ള വണ്ടി നമുക്ക് കിട്ടുന്നുണ്ട്. അടുത്തായിട്ട് ഇതിൻ്റെ ഗ്രാബ് റെയിൽ നോക്കിക്കഴിഞ്ഞാലും ആ സ്പ്ലിറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഗ്രാബ് റെയിലും കാര്യങ്ങളൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പെട്രോൾ ടാങ്ക് രണ്ട് വണ്ടിയുടെ ബാക്കിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലായിട്ടുള്ള കീ സെറ്റിലാണ് എല്ലാ ഫംഗ്ഷനും രണ്ട് വണ്ടിയിലും കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഫ്യൂവലിൻ്റെ പ്രസ് ചെയ്താൽ നമുക്ക്, അതായത് ഓണിൻ്റെ ഓഫിൻ്റെ ഇടയിലിടുക, ഫ്യൂവൽ പ്രസ് ചെയ്താൽ ഫ്യൂവൽ ഇറക്കും, ടാപ്പോട്ട് പ്രസ് ചെയ്താൽ സീറ്റ് ഇറക്കും. ആ സെയിം സെറ്റപ്പാണ് നമുക്ക് ഇതിലും വന്നിരിക്കുന്നത്. ഉണ്ടല്ലേ ഇങ്ങനെ. അപ്പം ഫ്യൂവലിൻ്റെ സെറ്റപ്പ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് 5.3 ആണ് രണ്ട് വണ്ടിയുടെയും ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. പിന്നെ നമുക്ക് ഇതിങ്ങനെ ഓപ്പൺ ആക്കി എടുക്കാവുന്നതാണ്. നമുക്കൊരു ഡ്യുവൽ ലെയർ പ്രൊട്ടക്ഷനാണ് ഇതിൻ്റെ കൂടെ ഹോണ്ട നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇങ്ങനെ ക്ലോസ് ചെയ്യുന്നു. ആ സെയിം തന്നെയാണ് നമുക്ക് ഈ ഭാഗത്തും വരുന്നത്. E20 പെട്രോൾ രണ്ട് വണ്ടിയിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഉണ്ടല്ലോ, E20 പെട്രോൾ തന്നെ രണ്ട് വണ്ടിയിൽ സപ്പോർട്ട് ചെയ്യുന്നത്. ബാക്കിലായിട്ട് നമുക്ക് സിംഗിൾ ഷോക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷോക്ക് കൊടുക്കുന്ന റെഡ് കളർ സ്പ്രിങ്ങോട് കൂടിയാണ് അത് രണ്ട് വണ്ടിക്കും വരുന്നത്. പിന്നെ നമുക്ക് ഹോണ്ടയുടെ ഏറ്റവും നൂതനമായിട്ടുള്ള ടെക്നോളജിയായ ESP ടെക്നോളജി രണ്ട് വണ്ടിയിലും യൂസ് ചെയ്യുന്നുണ്ട്. എൻഹാൻസ്ഡ് സ്മാർട്ട് പവർ വിത്ത് കിക്കർ സ്റ്റാർട്ടും വരുന്നുണ്ട്, നമുക്ക് സെൽഫും വരുന്നുണ്ട്. ഇതിലും ആ സെയിം ടെക്നോളജി തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, ESP ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് സൈലൻറ്റ് സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ് രണ്ട് വണ്ടിയും. അതുപോലുള്ള ടെക്നോളജികളെല്ലാം ഇതിലും രണ്ട് വണ്ടിയിലും യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിൻ്റെ സീറ്റിൻ്റെ ഓപ്പൺ ഞാൻ പറഞ്ഞു, ഇപ്പോൾ തുറന്നിട്ടേക്ക് വരുന്നത് കണ്ടില്ലേ. സ്പേസും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഉള്ളിലായിട്ട് ലൈറ്റോ കാര്യങ്ങളൊന്നുമില്ല. നമുക്കൊരു ഹെൽമെറ്റ് വെക്കാവുന്ന രീതിയിലുള്ള സെറ്റപ്പാണ് ഈ രണ്ട് വണ്ടിയിലും കൊടുത്തിരിക്കുന്നത്. കണ്ടല്ലേ, ഈ രീതിയിലാണ് ഇതിൻ്റെ ആ ഒരു സ്റ്റോറേജ് സ്പേസിൻ്റെ കാര്യത്തിൽ, ഡിക്കിയുടെ കാര്യത്തിൽ കൊടുത്തിരിക്കുന്നത്. അതൊക്കെ ഡിക്റ്റോ ആണ്. പിന്നെ നമുക്കിതിൽ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ ടൂൾ കിറ്റ് കിട്ടുന്നുണ്ട്, ഫസ്റ്റ് എയ്ഡും കിട്ടുന്നുണ്ട്. അത് തന്നെയാണ് ഇത്, ടൂൾ കിറ്റും ഫസ്റ്റ് എയ്ഡും കിട്ടുന്നുണ്ട്. ഇപ്പോൾ സീറ്റ് അടയ്ക്കുക. സീറ്റിൻ്റെ ആ ഒരു കുഷനും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് വരുന്നത്. അതിൽ ഡിസൈനിൽ മാറ്റമൊന്നും വരുന്നില്ല. സ്റ്റിച്ചിങ്ങും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്രിപ്പി സ്ട്രക്ചർ ഇതുണ്ട്, ഒരു ഗ്രിപ്പി ഫീലാണ് രണ്ട് വണ്ടിയുടെ സീറ്റിൻ്റെ കാര്യത്തിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് രണ്ട് വണ്ടിക്കും ഗ്ലോ ബോക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ കാണുന്നത് പോലെ 2024 മോഡലിൽ വരാത്തൊരു ഫീച്ചർ നമുക്കിതിന് മൊബൈൽ ചാർജർ കിട്ടുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ 2025 മോഡൽ വരുമ്പോൾ നമുക്ക് ഒരു USB-C പോർട്ടും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. കണ്ടല്ലേ, അതും ഒരു മാറ്റമാണ്. ഈ കാണുന്ന പോലെ ഒരു C പോർട്ട് വരുന്നത് നമുക്ക് ഒരു റബ്ബറിൻ്റെ ഇത് വെച്ച് നല്ല രീതിയിൽ കവർ ചെയ്ത് വെക്കുന്ന സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് 2024 മോഡലിൽ കിട്ടുന്നില്ലായിരുന്നു. ഇന്ന് നമുക്ക് ഈ കാണുന്ന ഹുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഹുക്ക് അതൊക്കെ സെയിം ആണ്. ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതുപോലെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ സ്മാർട്ട് കീ വരുന്ന വണ്ടിയിൽ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ ഉണ്ടല്ലോ, അതായത് സീറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ഫംഗ്ഷൻ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെയാണ് ക്യാപ്പ് ഇവിടെ വരുന്നത്. അത് രണ്ട് വണ്ടിക്കും അതേപോലെ തന്നെ വരുന്നുണ്ട്. ഇനിയും എടുത്തു പറയേണ്ട ഒരു മാറ്റം വരുന്നത് ഇതിൻ്റെ ഡിജിറ്റൽ മീറ്റർ വരുന്ന ഭാഗത്താണ്. കണ്ടില്ലേ, ഈ കാണുന്ന പോലെ ഒരു TFT ഡിസ്പ്ലേയും ഒരു സാധാ ഡിജിറ്റൽ മീറ്ററും. അങ്ങനെ 2024 മോഡൽ നമുക്ക് നോക്കാം. ഓൺ ചെയ്യുമ്പം സ്പ്ലിറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഈ രീതിയിലാണ് ഇതിൻ്റെ ഡിജിറ്റൽ മീറ്റർ വരുന്നത്. നേരെ 2025 മോഡൽ ഓൺ ആക്കുന്ന സമയത്ത് കണ്ടില്ലേ, ഈ രീതിയിൽ വരുന്ന ഒരു TFT മീറ്ററാണ് വരുന്നത്. ഈ TFT മീറ്ററിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ലിങ്ക് താഴെ കൊടുത്തേക്കാം, തീർച്ചയായിട്ടും അത് കയറി കാണുക. അതുകൂടാതെ നമുക്ക് 2025 മോഡലിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും വരുന്നുണ്ട് സ്മാർട്ട് മോഡലിൽ. നമുക്ക് 2024 ഒരു മോഡലിലും നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നില്ലായിരുന്നു. ഈ കാണുന്ന പോലെ കണ്ടില്ലേ. ഇതിൽ എനിക്ക് എടുത്ത് പറയേണ്ട ഒരു മാറ്റം വരുന്നത് ഇതിൻ്റെ ബാറ്ററിയുടെ കാര്യത്തിലാണ്. അതായത് ജസ്റ്റ് ഞാൻ ഇതൊന്ന് താക്കോലൊന്ന് ഊരി, ഈ കാണുന്നില്ലേ, ഇതൊന്നും ജസ്റ്റ് തുറക്കുകയാണ്, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് സ്ക്രൂ ചെയ്യാതെ വന്നത്. അപ്പോൾ കണ്ടില്ലേ, ഈ ബാറ്ററിയുടെ സൈസ് നിങ്ങൾ നോക്കിക്കോ. കണ്ടില്ലേ, ഏകദേശം YTZ6V എന്ന് എഴുതിയിരിക്കുന്ന ബാറ്ററിയാണ്, വലിയ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. നേരെ നമുക്ക് 2024 മോഡലിൻ്റെ ആ സെയിം ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ കണ്ടില്ലേ, ഈ കാണുന്ന പോലെ ETZ4 ബാറ്ററിയുടെ വ്യത്യാസം കണ്ടോ. അപ്പം ബാറ്ററിയിൽ വലിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. കാരണം കുറച്ചുകൂടെ പവറുള്ള ബാറ്ററി ഹോണ്ട നമ്മൾ പുതിയ മോഡലെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് കാരണം വരുന്നത് ഈ മീറ്ററും
കാര്യങ്ങൾ കൊണ്ടാണ്. അതായത് മീറ്ററും നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട്. അത് കൂടാതെ നമുക്ക് സ്മാർട്ട് മോഡൽ, നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന സ്മാർട്ട് മോഡലിൻ്റെ ഒരു ചെറിയൊരു കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് ഇതുപോലുള്ള ചെറിയ ബാറ്ററി വെക്കുന്ന സമയത്ത് പെട്ടെന്ന് ചാർജ് ഇറങ്ങിപ്പോകുന്നൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അറിയാതെങ്കിലും കീ ഓൺ ആക്കിയിട്ട് ചാർജ് ഇറങ്ങിപ്പോകുന്നൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. ആ ഒരു കംപ്ലൈൻറ്റ് പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ വേണ്ടി നമുക്കിപ്പോൾ എല്ലാ മോഡലിലും, ആക്റ്റീവ ആയാലും ഡിയോ ആയാലും നമുക്ക് വരുന്ന ബൈക്കുകൾ അങ്ങനെ എല്ലാ മോഡലിലും ഇപ്പം ഇതുപോലുള്ള വലിയ കപ്പാസിറ്റി കൂടിയ പവർ കൂടിയ ബാറ്ററിയും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്മാർട്ട് വേരിയൻറ്റ് ഇപ്പോൾ ധൈര്യമായിട്ട് എടുക്കാം. കാരണം അങ്ങനെ ബാറ്ററി പെട്ടെന്ന് ഇറങ്ങി പോവില്ല എന്നൊരു ഉറപ്പുണ്ട്. അല്ലെങ്കിൽ അതിനുവേണ്ടിയാണ് അങ്ങനെ ഒരു വലിയൊരു ബാറ്ററി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്മാർട്ട് വേരിയൻറ്റ് ഇനി ധൈര്യമായിട്ട് എടുക്കാം. ഈ കാണുന്ന പോലെ വലിയ ബാറ്ററി ആയതുകൊണ്ട്, പവർ കൂടിയ ബാറ്ററി ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ ചാർജ് ഇറങ്ങി പോകുന്നുമില്ല. ഇനി മീറ്ററിൻ്റെ കാര്യത്തിൽ വരുവാണെങ്കിൽ ഡ്യുവലായിട്ടാണ് മീറ്റർ കൊടുത്തിരിക്കുന്നത് 2024 മോഡലിൽ. അത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു സ്വിച്ച് ഇവിടെ ആയിട്ടും കൊടുത്തിരിക്കുന്നു. ഈ മീറ്ററിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കി കഴിഞ്ഞാൽ താഴെ മിന്നുന്നത് ഫ്യുവലാണ്, ടോട്ടൽ കിലോമീറ്റർ ടൈം, പിന്നെ നമുക്ക് ഒന്ന് സ്വിച്ചിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ ട്രിപ്പ്, നമുക്ക് ലൈവ് മൈലേജ്, ആവറേജ് മൈലേജ്, ഡിസ്റ്റൻസ് ടു MB, അതായത് റേഞ്ച് എന്നുള്ള ഓപ്ഷൻ. നമ്മൾ അടിക്കുന്ന പെട്രോൾ കൊണ്ട് എത്ര കിലോമീറ്റർ ഓടുന്നുള്ളത്. ഈ രണ്ട് സൈഡായിട്ട് RPM, സ്പീഡ്, വാർണിംഗ് ലൈറ്റ്, അതുപോലുള്ള എക്കോയുടെ ലൈറ്റ്, എഞ്ചിൻ്റെ വാർണിംഗ് ലൈറ്റ്, അങ്ങനെയുള്ള ഫുൾ സെറ്റപ്പ് ഇതിൽ കൊടുത്തിരിക്കുന്നു. പിന്നെ ഇതിന് സ്വിച്ചുകൾ ജസ്റ്റ് കണ്ടിട്ട് പോകാം. ഈ സൈഡിൽ വരുന്നത് ഡിമ്മും ബ്രൈറ്റ്, പാസ്, ഇൻഡിക്കേറ്റർ, ഹോണ്. ഈ സ്വിച്ച് വരുന്നത് എൻജിൻ സ്വിച്ചാണ് വരുന്നത് വിത്ത് സെൽഫ്. നേരെ നമുക്ക് ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഈ ഒരു ഡിസൈൻ്റെ ഭാഗങ്ങളൊക്കെ ഉണ്ടോ, അതൊക്കെ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയി ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ തന്നെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. നിങ്ങൾ കാണുന്ന പോലെ കണ്ടില്ലേ, ഇത്രയും സെറ്റപ്പിലാണ് ഇതിൻ്റെ മീറ്റർ കൊടുത്തിരിക്കുന്നത്. ഫുള്ള് TFT ഡിസ്പ്ലേ ആണ്. ഏത് ആംഗിളിൽ നിന്ന് നമ്മൾ മീറ്റർ നോക്കിയാലും നമുക്ക് ആ മീറ്ററിൻ്റെ അത് എല്ലാം നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നതാണ്. ആ രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സെറ്റപ്പും ഹോണ്ട കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് നോക്കേണ്ടത് ആ ഭാഗത്തെ ഡിസൈൻ ഞാൻ കാണിച്ച പോലെ ഈ ഭാഗത്തെ ഡിസൈൻ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ട്. പുതിയൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. എയർ വെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ചെറിയ 2 എയർ വെൻറ്റും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നു. സ്വിച്ചിൻ്റെ കാര്യം പറഞ്ഞോ, ഡിമ്മ് ബ്രൈറ്റ്, പാസ് ലൈറ്റ്. ഈ സ്വിച്ചാണ് ഈ മീറ്റർ കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ച്. അതായത് ഇനി നമ്മുടെ ഇവിടെ മീറ്ററിൽ സ്വിച്ച് വന്നിരുന്നെങ്കിൽ വെള്ളം കയറി ഡാമേജ് ആകും എന്നുള്ള കംപ്ലൈൻ്റ് ഒക്കെ പറയായിരുന്നു. എങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കി മീറ്റർ പ്ലെയിൻ ആക്കി വെച്ചിട്ട് അതിൻ്റെ സ്വിച്ച് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടല്ലേ, അതൊരു ജോയ് സ്റ്റിക്കാണ് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന പോലെ കണ്ടല്ലേ, മീറ്ററിൻ്റെ ഫംഗ്ഷനിൽ നമുക്ക് ഈ ഒരു സ്വിച്ച് വഴിയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. അതായത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അടക്കം എല്ലാം ചെയ്യാൻ പറ്റുന്ന ആ ഒരു സെറ്റപ്പ് നമുക്ക് ഇവിടെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ഇതിനെന്തൊക്കെ ഉണ്ടെന്ന് നോക്കി കഴിഞ്ഞാൽ അതിന് വരാം. താഴെയുള്ള ഇൻഡിക്കേറ്റർ, ഫോണ്. ഈ സൈഡിൽ ഒരു മാറ്റം വരുന്നുണ്ട്. നമുക്ക് എൻജിൻ സ്വിച്ച് ഈ കാണുന്ന പോലെ അവിടുന്ന് എൻജിൻ സ്വിച്ച് ഒഴിവാക്കിയിട്ട് നമുക്ക് ഇവിടെ വരുന്നത് ഇപ്പോൾ ഐഡിയൽ സ്റ്റോപ്പ് സിസ്റ്റമാണ്. ഇതെങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളതും ഞാൻ വീഡിയോക്കകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സെൽഫ് അടിക്കുമ്പോൾ ഒരു ഫംഗ്ഷൻ ഓട്ടോമാറ്റിക് ഓൺ ആവും. ഈ കാണുന്നത് അത് നമ്മൾ ഓടിക്കഴിഞ്ഞാൽ ഈ ലൈറ്റ് ഈ കാണുന്ന ഫംഗ്ഷൻ, അത് A എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലേ, ഐഡിയൽ സ്റ്റോപ്പ് സിസ്റ്റത്തിൻ്റെ ISSൻ്റെ ആ ഒരു വാണിംഗ് ആണ്. അതിവിടെ കത്തിക്കിടക്കും. പിന്നെ നമ്മൾ ട്രാഫിക്കിലോ അല്ലെങ്കിൽ ഇവിടെ ചെന്ന് നിൽക്കുന്ന സമയത്ത് എഞ്ചിൻ ഓട്ടോമാറ്റിക് ഓഫ് ആകും. പിന്നെ നമുക്ക് ആക്സിലേറ്റർ കൊടുത്ത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിനി ആ ഒരു ഫംഗ്ഷൻ വേണ്ട, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സെൽഫ് അടിച്ചിട്ട് ഈ സ്വിച്ച് മാപ്പിട്ട് ആ ഒരു ISS എന്നുള്ള ഫംഗ്ഷൻ ഓഫ് ആവുകയും ചെയ്യും. അപ്പോൾ അതിനുള്ള സ്വിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം കുറച്ചുകൂടെ മൈലേജും കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടും. കാരണം ട്രാഫിക്കിൽ നിൽക്കുമ്പോൾ തന്നെ ഓഫ് ആകുന്ന ഒരു ഇത് മാറി കിട്ടും. ഈ ഒരു മീറ്ററിൽ ഫ്യൂവലിൻ്റെ വാണിംഗ്, ടോട്ടൽ കിലോമീറ്റർ, ടൈം, സ്പീഡ്, RPM, എക്കോ ഇൻഡിക്കേഷൻ, ഇത്രയും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ സ്വിച്ചിൽ താപ്പോട്ട് പ്രസ് ചെയ്യുവാണ്. കണ്ടല്ലേ, ലൈവ് മൈലേജ്, ആവറേജ് മൈലേജ്, ഡിസ്റ്റൻസ് ടു MD അങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. അതുപോലെ നമുക്ക് ഫ്യൂവലിനകത്ത് കയറി കഴിഞ്ഞ് താപ്പോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നമുക്ക് ഇതുണ്ട്, ഡിസ്റ്റൻസ് ടു MD എന്നുള്ള ആ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. നമ്മൾ അടിക്കുന്ന പെട്രോൾ കൊണ്ട് എത്ര കിലോമീറ്റർ ഓടാൻ പറ്റുന്നുള്ളത്. അത് നേരെ ഫ്യൂവലായിട്ടാൽ അവിടെ നേരെ ഫ്യൂവലാകും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഫംഗ്ഷനും കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നത് ഈ കാണുന്ന പോലെ. അപ്പം ഇത്രയുമാണ് ഇതിൻ്റെ മീറ്ററിൽ വരുന്ന കംപ്ലീറ്റ് ഡീറ്റെയിൽസ്. കൂടാതെ നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി സ്മാർട്ട് കീയിലും അല്ലെങ്കിൽ സ്മാർട്ട് വേരിയൻറ്റിലും കിട്ടുന്നുണ്ട്. സ്മാർട്ട് കീ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫംഗ്ഷൻ എന്ന് വെച്ചാൽ സ്മാർട്ട് സേഫ്, സ്മാർട്ട് അൺലോക്ക്, അതുപോലുള്ള ഫാൻസി ഫീച്ചേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലായിട്ട് നമുക്ക് ഒരു DRL, അത് രണ്ട് വണ്ടിയിലും സെയിം തന്നെയാണ് വരുന്നത്. അതിൽ മാറ്റമോ കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ മൈലേജ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം മൈലേജാണ്. ഈ ഒരു 2024 മോഡലിനെക്കാട്ടിലും 2025 മോഡലിൽ മൈലേജ് ഇൻക്രീസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. കാരണം ഈ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓട്ടോ സ്റ്റോപ്പ് സിസ്റ്റം, അതായത് ISS ഒക്കെ വന്നതുകൊണ്ട് എന്തായാലും ഒരു 60 കിലോമീറ്റർ അടുപ്പിച്ച് ഈസി ആയിട്ട് മൈലേജ് കിട്ടും. എന്തായാലും ഇതിനും ഏകദേശം 55-60 തന്നെയാണ് പറയുന്നത്. എങ്കിലും ഇതിനെക്കാട്ടിൽ കൂടുതൽ മൈലേജ് എന്തായാലും ഇതിന് കിട്ടും. പിന്നെ എഞ്ചിൻ്റെ സ്പെക്കും കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്. അതിൽ മാറ്റമോ കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. എന്നാൽ ഏറ്റവും പുതുതായിട്ടുള്ള എഞ്ചിൻ, അതായത് OBD2B മോഡലായിട്ടുള്ള എഞ്ചിനാണ്. അതായത് എമിഷൻ, അതായത് പുകയുടെ ആ ഒരു ഇത് ഒട്ടുമില്ലാത്ത രീതിയിലുള്ള എഞ്ചിനാണ് ഹോണ്ട 2025 കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കമ്പാരിസൺ എന്ന് പറയുന്നത്. ഇനിയും പറയാനുള്ളത് 2024 മോഡൽ നമ്മുടെ ബേസിൻ്റെ
വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 2025 DLXൽ വരുന്ന അതിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഈ സെയിം ഡിസൈൻ തന്നെയാണ് നമുക്ക് 2025 മോഡൽ നമുക്ക് ബേസ് കിട്ടുന്നത്. അതിലും ഈ സെയിം സെറ്റപ്പാണ് 2024 കിട്ടിയ ആ സെയിം സെറ്റപ്പ് തന്നെയാണ് കിട്ടുന്നത്. കൂടാതെ നമുക്ക് ഈ ഒരു ISS എന്ന് പറഞ്ഞ ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് 2024-25 മോഡൽ സ്റ്റാൻഡേർഡ് വേരിയന്റിലും കിട്ടുന്നുണ്ട്. അപ്പം എന്തുകൊണ്ടും 2024 മോഡൽ DLXനെക്കാട്ടിലും വാല്യൂ ഫോർ മണി തന്നെയാണ് 2025 മോഡൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. കാരണം അത് ഒരു ഫംഗ്ഷൻ കൂടുതൽ കിട്ടുന്നുണ്ട്. മൊബൈൽ ചാർജർ നമുക്ക് ഓപ്ഷണലായിട്ട് വെക്കാൻ പറ്റുന്നതാണ്. ഏറ്റവും പുതിയ OBD2B മോഡൽ എഞ്ചിനും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു കമ്പാരിസൺ എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുകൂടാതെ ഇന്ന് ഈ 2 വണ്ടി നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി തന്നിരിക്കുന്നത് കോന്നിലെ മുത്തൂറ്റ് കൊണ്ടാണ്. അവിടുത്തെ ഒരു എക്സിക്യൂട്ടീവ് നമ്പറും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. എന്തായാലും ഞാൻ ഈ പറഞ്ഞ ഈ വണ്ടികളെ പറ്റിയുള്ള അഭിപ്രായം കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിനും വരെ ബൈ.